NH-66 മലപ്പുറം ജില്ലയിലെ നമ്മുടെ കൂരാടിനടുത്ത് ഹൈവേ തകർന്നു വീഴുകയും അതുമായി ബന്ധപ്പെട്ട് കൂരാട്, കക്കാട്, ചെമ്മാട്, കുളപ്പുറം ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാമല്ലോ. കാര്യമായിട്ടും വരുന്ന വലിയ വിമർശനം എന്ന് പറയുന്നത് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് ഈ രീതിയിൽ ഹൈവേ പല സ്ഥലത്തും തകർന്നു വീഴാൻ കാരണം എന്നാണ്. ഇവിടെ അടുത്ത് ഒരു 5-6 മാസം മുമ്പ് നമ്മുടെ പൊന്നാനിക്കടുത്തുള്ള ഒരു സ്ഥലത്തും ഇതുപോലെ തന്നെ ഹൈവേ തകർന്നു വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ വയൽ പ്രദേശത്തിനടുത്താണ്. അതുപോലെ തന്നെ ഇപ്പോൾ കൂരാട് തകർന്നു വീണതും വയൽ പ്രദേശത്തിനടുത്താണ്. ഇത് രണ്ടും അതുപോലെ തന്നെ രണ്ട് ഭാഗങ്ങളും വലിയ ഹൈറ്റുള്ള പ്രദേശമാണ് തകർന്നു വീണത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബേസിക്കായിട്ട് നമ്മൾക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ ഭാഗങ്ങളിൽ എന്തുകൊണ്ടാണ് ഫ്ലൈ ഓവർ വഴി ഹൈവേ കടന്നു പോകാൻ പറ്റാത്തത്? ഇത്തരം പ്രദേശങ്ങളിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കാമായിരുന്നില്ലേ? ഇതല്ലേ ബേസിക്കായിട്ട് ഏറ്റവും നല്ലത്? ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഒരുപാട് ഇപ്പോൾ ചേളാരി പോലത്തെ സ്ഥലത്തും അതുപോലെ ഒരുപാട് സ്ഥലത്ത് ഇത്തരം വലിയ രീതിയിലുള്ള ഹൈറ്റിൽ ഹൈവേ കടന്നു കൊണ്ടുന്നത്. അത്തരം പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക്, വാഹനങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് സർക്കാർ ശരിക്കും കൊടുക്കുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യം ചിഹ്നം തന്നെയാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ അടുത്ത് സർവീസ് റോഡിലൂടെ മാത്രമാണ് 2 വീലേഴ്സും 3 വീലേഴ്സും ഒക്കെ കടന്നു പോകാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു സമയം കൂടിയാണിത്. അപ്പോൾ സർവീസ് റോഡിനാണ് ഇത് ഏറ്റവും വലിയ ഡേഞ്ചറായിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് സർവീസ് റോഡിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് തീരെ ഒരു സുരക്ഷിതത്വം ഇല്ല എന്നുള്ള കൂടിയാണ് ഇതിൻ്റെ ഒരു ഇതിൽ വരുന്നത്. 4 നില ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഹൈറ്റിലൂടെയാണ് ഈ കൂരാട് ഭാഗത്തൊക്കെ ഹൈവേ ഉയർന്നു പോകുന്നത്. ഇത് വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണെന്ന് ഓരോ ആളുകൾക്കും കുറച്ചുകൂടി മുന്നേ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം പ്രദേശങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത് ഹൈറ്റിലൂടെ അല്ലെങ്കിൽ ഫ്ലൈ ഓവർ വഴി, ബ്രിഡ്ജ് വഴി, അങ്ങനത്തെ പിന്നെ മേൽപ്പാലം വഴി കടന്നു പോയിക്കൂടാ? അപ്പോൾ കൂരാടൊക്കെ വെറും ഒരു 500 മീറ്റർ മാത്രം, ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മാത്രം ഫ്ലൈ ഓവർ നിർമ്മിച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു 2 നില കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ വരെ ശരിക്ക് ഈ മണ്ണിട്ട് പൊന്തിച്ച് പോകാൻ പറ്റും. ബാക്കിയുള്ള സ്ഥലങ്ങൾ, അതായത് ഏറ്റവും ഹൈറ്റ് വരുന്ന ഒരു 1/2 കിലോമീറ്റർ ദൂരത്തോളം ഇവിടെ ഫ്ലൈ ഓവർ നിർമ്മിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത്തരം വളരെ ഡേഞ്ചറായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ഹൈവേ കടന്നു പോകുന്നതെന്നുള്ളത് തീർത്തും വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഹൈവേയുടെ നിർമ്മാണം മുഴുവനായിട്ടില്ല. ഇത് പിന്നെ മേൽഭാഗത്തൂടെ വാഹനങ്ങൾ പോകുന്ന സമയം പോലും ആയിട്ടില്ല. അപ്പോൾ ഇവിടെയൊന്നും തുറന്നു കൊടുത്തിട്ടില്ല. പൊന്നാനി ഭാഗത്ത് കുറച്ച് മുമ്പുണ്ടായിരുന്ന അപകടവും അന്നും ഹൈവേ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ താഴ്ഭാഗത്തുള്ള സർവീസ് റോഡുകളൊക്കെ തുറന്നു കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ 4ഓളം കാറുകളിവിടെ കുടുങ്ങിക്കിടന്നിരുന്നു. ഇതിൽ തന്നെ 2 രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ബാക്കി 2 എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇതൊരു വലിയൊരു ആശങ്കപരമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഭാഗത്തിലൂടെയൊക്കെ സർവീസ് റോഡിലൂടെയൊക്കെ പോകുന്ന ആളുകൾക്ക്, വാഹനങ്ങൾക്ക് സുരക്ഷ എന്ന് പറയുന്നത് തീരെ ഇല്ലാത്തൊരു സാഹചര്യമായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ വളരെ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടുതൽ ആളുകളുടെയും ഒരു അഭിപ്രായമായിട്ട് വരുന്ന ഇത്തരം പ്രദേശങ്ങളിൽ പിന്നെ ഫ്ലൈ ഓവർ വഴി കടന്നു പോകുന്നതാണ് ഏറ്റവും സുരക്ഷ, പ്രത്യേകിച്ച് ഈ ഹൈറ്റ് കൂടുതലായിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ ഇത്തരം ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ചില ആളുകൾ പലപ്പോഴും പല ഭാഗത്തും കേൾക്കുന്നുണ്ട് ഇത് കേന്ദ്രത്തിൻ്റേതാണ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആണെന്നുള്ള കമൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട ഏരിയകളിലെ സമയത്ത് വരുന്നുണ്ട്. സത്യത്തിൽ ഇത് കേന്ദ്രവും കേരളവും കൂടി യോജിച്ചിട്ടുള്ളൊരു പരിപാടിയാണെന്ന് ഒരു പദ്ധതിയാണെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അതായത് കേരള സർക്കാർ ഇതിൻ്റെ സ്ഥലം ഏറ്റെടുപ്പും അതുമായി ബന്ധപ്പെട്ടുള്ള ക്യാഷും പിന്നെ ഫണ്ടും എല്ലാം കേരള സർക്കാരാണ് അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ പദ്ധതി നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിന് അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്നതാണ് കേരള സർക്കാരിൻ്റെ ഇതിലെ ഒരു പങ്ക് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ 5500 കോടി എങ്ങാനും കേരള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട് സ്ഥലം ഏറ്റെടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കേരള സർക്കാർ പിന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നേരിട്ട് ചെയ്യുന്നതല്ല, ഇത് ഓരോ കമ്പനികൾക്കും അവർ കൊടുത്തിട്ട് ഇവിടെ ചെയ്യുന്നത് KNRC എന്ന് പറയുന്ന കമ്പനിയാണ്. KNRC അത്യാവശ്യം സ്റ്റാൻഡേർഡ് കമ്പനി തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യം ചിഹ്നമാണ്. കാരണം ഇത്തരം ഒരു വളരെ ഡേഞ്ചറായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ഹൈവേ കടന്നു പോകുന്നതെങ്കിൽ അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ ഹൈവേയിലൂടെ കടന്നു പോകുമ്പോൾ വലിയ ആശങ്കയും പേടി തന്നെയാണ് വരുത്തുന്നത്. അപ്പോൾ എന്തായാലും ഇതുമാത്രമല്ല, പല സ്ഥലത്തും അശാസ്ത്രീയമായ രീതിയിലാണ് ഹൈവേ കടന്നു പോകുന്നത്.
ഇപ്പോൾ കുളപ്പുറത്ത് കുറേ മുമ്പ് വളരെ നല്ല രീതിയിൽ നടത്തേണ്ട ഒരു ബ്രിഡ്ജ് അത് കൊണ്ടുപോയി മോശം രീതിയിൽ എങ്ങനെയോ നിർമ്മിച്ചു വെച്ചത് കാരണം അവിടെ ഇപ്പോൾ 2 വേ ആയിട്ട് പല സ്ഥലത്തും കടന്നു പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ചേളാരിയിൽ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സ്ഥലത്തല്ല അവിടെയും അതുപോലെ തന്നെ അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ സർവീസ് റോഡുകൾ പിന്നെ റോഡ് പല സ്ഥലത്തും പിന്നെ 3 മീറ്ററും 4 മീറ്ററും 5 മീറ്ററും ഒക്കെ തോന്നുന്ന പോലെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുട്പാത്തുകൾ പല സ്ഥലത്തും ഇല്ല. പിന്നെ ഉള്ള സ്ഥലത്തും ഫുട്പാത്തിൻ്റെയൊക്കെ ഇടയിൽ ഒക്കെ പല സ്ഥലത്തും പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് അശാസ്ത്രീയത പിന്നെ കൂടുതലായി കാണുന്നുണ്ട് ഈ ഹൈവേയിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ആക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എന്തായാലും ഹൈവേയുടെ ഈ തകർച്ച വലിയൊരു സംഘർഷ സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഈ പ്രദേശത്ത് വലിയ ഗതാഗതക്കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര കാലം ഇങ്ങനെ നീണ്ടുപോകുന്നുള്ളത് അറിയില്ല. എന്തായാലും പെട്ടെന്ന് ഹൈവേ ശരിയാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.